ഹംപിയിലേക്ക് സ്വാഗതം. ഹംപി ഒരാൾ കാണിച്ചു തരേണ്ട സ്ഥലമല്ല, സ്വയം കണ്ടുപിടിക്കേണ്ട സ്ഥലമാണ്. ഇറ്റ്സ് ആൻ എക്സ്പ്ലോർഡ് പാരഡൈസ്. 15-ാം നൂറ്റാണ്ടിൽ ഒരു പോർച്ചുഗീസ് ട്രാവലർ ഉണ്ടായിരുന്നു. പുള്ളി ലണ്ടൻ, പാരീസ്, റോമെല്ലാം കണ്ടതിന് ശേഷമാണ് ഹംപിയിലേക്ക് എത്തിയത്. അങ്ങേര് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ഭംഗിയുള്ള സിറ്റി ഹംപിയാണെന്നാണ്. നമ്മൾ ഹംപിയിലെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാവിലെ 9:30. നമ്മൾ ആദ്യം കാണുന്നത് ഹേമകൂട ഹിൽസും വിരുപക്ഷ ടെമ്പിളുമാണ്. അതിൻ്റെ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. നമ്മളങ്ങനെ ഹേമകൂട ഹിൽസിട്ട് കയറുകയാണ്. ഈ കാണുന്നത് ശശിവേഗലു ഗണേശ ക്ഷേത്രമാണ്. ഹംപിയിലെ നൂറുകണക്കിന് ക്ഷേത്ര നിർമ്മിതികൾക്കും അവശിഷ്ടങ്ങൾക്കുമിടയിൽ തീർത്തും വ്യത്യസ്തമായ ഒന്നാണ് ശശിവേഗലു ഗണേശ ക്ഷേത്രം. അതിനുള്ളിൽ വലിയൊരു ഗണേശ വിഗ്രഹമുണ്ട്. ശശിവേഗലു ഗണേശ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 8 അടി ഉയരത്തിൽ ഒറ്റക്കല്ലിൽ കുത്തിയിട്ടുള്ള ഒരു ഗണേശ വിഗ്രഹമാണ്. നിറഞ്ഞു പൊട്ടാറായിട്ടുള്ള വയറിനെ ഒരു സർപ്പത്തെ കൊണ്ട് കെട്ടിയിരിക്കുന്ന ഒരു ഗണേശ വിഗ്രഹം. Hampi was the capital of Vijayanagara. So Vijayanagara river bank, Vijayanagara Empire established the river bank in 1336 till 1565, 230 years by 16 rulers. Harihara Pushpa, Harihara II, Devaraya II. But peak time of the Vijayanagara during Krishnadevaraya. Krishnadevaraya 14th ruler. Krishnadevaraya was in 1509. So ruled Krishnadevaraya 20 years in Tarabisi. Almost to South India, this was the capital, headquarters. So what I have shown this map of, this is the map of the capital. It is looks like a small, but it is a huge. Huge means 10,000 acres, 32 square kilometers. 1506 നിർമ്മിച്ചതാണ് ഈ മണ്ഡപവും അതിനകത്തെ ഗണേശ വിഗ്രഹവും. ശശിവേഗല ഗണേശ് എന്ന വിഗ്രഹത്തിന് പേര് ലഭിക്കാനുള്ള കാരണം ആ വയർ തന്നെയാണ്. ശശിവേഗലു എന്നാൽ കടുക് എന്നാണ് അർത്ഥം. കടുക് പോലെ ഉരുണ്ടിരിക്കുന്ന വയറോടുകൂടിയ ഗണേശൻ എന്ന നിലയിലാണ് ശശിവേഗലു ഗണേശൻ എന്ന പേര് വിഗ്രഹത്തിന് ലഭിക്കാനിടയായത്. So in India, then in Hampi they start to preserve, start to conservation. Then in Hampi they are started excavation in the royal city. Excavation, digging the earth from the underground temple. So here also they are excavated, they are removed earth here. Where we are standing, this was not visible. It was a mud actually. For example, here we see still. So this kind of mud till this base. So Department of Agriculture, they removed it. And like a lady, yes. Woman. Like a lady. Like a lady, woman. Woman means Gauri Mata. ഇതാണ് വിഗ്രഹത്തിന് പിന്നിൽ നിന്നുള്ള കാഴ്ച. ഗണേശൻ പാർവതിയുടെ മടിയിൽ ഇരിക്കുന്ന രീതിയിലാണ് വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ഞങ്ങൾ ശശിവേഗല വിഗ്രഹത്തിന് ചുറ്റുമൊന്നു നടന്നു. ഒറ്റക്കല്ലിലെ ഗണപതി യുനെസ്കോ പൈതൃക സ്മാരകങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഹംപിയിലെ എല്ലാ നിർമ്മിതികൾക്കും ധാരാളം ആരാധകരുണ്ട്. അതിൽ
പല കാരണങ്ങൾ കൊണ്ടും വ്യത്യസ്തമായൊരു ക്ഷേത്രമാണ് ശശിവേഗുരു ഗണേശ ക്ഷേത്രം. ഒറ്റക്കല്ലിൽ നിർമ്മിക്കപ്പെട്ട ഒരു കൂറ്റൻ ഗണേശ പ്രതിമയാണിത്. 2.5 മീറ്റർ ഉയരമുണ്ട്. 2.5 മീറ്റർ ഉയരമുള്ള ഒരു പീഠത്തിൽ ഇരിക്കുന്ന രൂപത്തിലുള്ള ഈ ഗണേശനുള്ളത് തുറന്നെടുത്താണ് ക്ഷേത്രവും ഗണപതിയും ഉള്ളത്. रंगनाथ स्वामी, ये रंगनाथ स्वामी अनफिनिश्ड है, पूरा नहीं हुआ. स्टार्टिंग जो है पूरा नहीं हुआ, अनफिनिश्ड है, रंगनाथ स्वामी पूर्ति नहीं किया गया. ये अभी हम आया हेमकुट पर्वत, हेमकुट पर्वत आया हमने. बाद में हम जाएंगे कृष्णा टेम्पल दिखते देखिए इधर आगे आपको कृष्णा टेम्पल दूर है. बालकृष्ण टेम्पल दिखता देखिए इधर, एरियल व्यू, साइड व्यू. നമ്മൾക്ക് ഈ കുന്നിൻ ചെരുവിൽ നിന്ന് നോക്കുമ്പോൾ കാണാം പാതി തകർന്ന ക്ഷേത്രങ്ങളും പല നിർമ്മിതികളും. ഒരു കാലത്ത് ജനം വന്ന് നിറഞ്ഞു നിന്ന പട്ടണഭാഗം തന്നെയാണ് ഇതെല്ലാം. ഈ ശശിവേഗുലു മണ്ഡപത്തിന് സമീപത്ത് നിന്നും ഹേമകൂട ഹിൽസ് തുടങ്ങുകയായി. മലമുകളിൽ ഒട്ടേറെ പുനർനിർമ്മാണങ്ങൾ നടക്കുന്നുണ്ട്. ഞാൻ മല കയറാൻ തീരുമാനിച്ചു. ഹേമ എന്ന സംസ്കൃത വാക്കിനർത്ഥം സ്വർണം എന്നാണ്. ഹേമകൂടം എന്നാൽ സ്വർണ്ണമല എന്നാണ്. ഈ മലമുകളിലേക്ക് കയറാൻ ചെറിയ ചെറിയ പടവുകൾ കൊത്തിവെച്ചിട്ടുണ്ട്. കുന്നിൻ ചെരുവിൽ അങ്ങിങ്ങായി നിരവധി ഉരുളൻ പാറകൾ കാണാൻ സാധിക്കും. നിരവധി ക്ഷേത്രങ്ങളുടെ ഒരു കോംപ്ലക്സുകൾ ഈ മലമുകളിലെ പ്രധാന കാഴ്ചയാണ്. ഞങ്ങൾ ഹേമകൂടത്തിലൂടെ നടത്തം തുടർന്നു. കല്ലുകൾ നിർമ്മിച്ച ക്ഷേത്രങ്ങളും മറ്റു മണ്ഡപങ്ങളും കണ്ടു തുടങ്ങി. ഈ വിജയനഗര സാമ്രാജ്യം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ധാരാളം ക്ഷേത്രങ്ങൾ ഈ മലമുകളിൽ ഉണ്ടായിരുന്നതാണ് ചരിത്രം. ഹംപി വിജയനഗരത്തിൻ്റെ തലസ്ഥാനമാവുന്നതിന് മുമ്പ് തന്നെ ഹേമകൂടം ഏറെ സജീവമായിരുന്നു. 10-ാം നൂറ്റാണ്ട് മുതൽ 16-ാം നൂറ്റാണ്ട് വരെയുള്ള കാലത്താണ് നിർമ്മിച്ചതാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളും കൽമണ്ഡപങ്ങളും. ഹംപി വിജയനഗരത്തിൻ്റെ തലസ്ഥാനം ആയതോടുകൂടി ഈ ഹിൽസിലെ ക്ഷേത്രങ്ങളെല്ലാം തന്നെ ഹേമകൂടത്തിൻ്റെ പ്രസക്തി ഏറെ വർദ്ധിച്ചു. നരസിംഹരായ, കൃഷ്ണദേവരായ, അച്യുതരായ എന്നീ രാജാക്കന്മാരുടെ കാലത്ത് ഹേമകൂടത്തിലെ പഴയ ക്ഷേത്രങ്ങളെല്ലാം പുനർനിർമ്മിക്കപ്പെട്ടു. ഇവിടുത്തെ കാവൽ മഠങ്ങളും മണ്ഡപങ്ങളും ഒക്കെ തീർത്ഥാടകർക്കുള്ള വിശ്രമ കേന്ദ്രങ്ങളായിരുന്നു എന്നാണ് ഗവേഷകർ പറയുന്നത്. ഈ കാണുന്ന ക്ഷേത്രമുണ്ടല്ലോ, ഹംപിയിലെ, അതായത് ഈ ഹേമകൂടത്തിലെ മൂലവിരൂപാക്ഷ ക്ഷേത്രമാണ്. ഇതിന് സമീപത്തൊരു ചെറിയ പാറക്കുളവും കാണാം. ഹംപിയിലെ പ്രമുഖ വിരൂപാക്ഷ ക്ഷേത്രവും ആദ്യം സ്ഥാപിച്ച ക്ഷേത്രവും ഇതുതന്നെയാണ്. 7-ാം നൂറ്റാണ്ടിലും ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു. 10-ാം നൂറ്റാണ്ടിനും 17-ാം നൂറ്റാണ്ടിനും ഇടയിൽ ഈ ക്ഷേത്രം പുനർനിർമ്മിക്കപ്പെട്ടു എന്നാണ് ചില ഗവേഷകർ പറയുന്നത്. ഹംപിയിലെ ഹേമകൂട ഹിൽസ് രസകരമായൊരു പ്രദേശം തന്നെയാണ്. കൂറ്റൻ ഉരുളൻ പാറകളും അങ്ങായി ചിതറിക്കിടക്കുന്നു. സവിശേഷവും ആവേശകരമായൊരു അനുഭവം തന്നെയാണ്. ഈ മലയിലെ ഉരുളൻ പാറകൾ തന്നെയാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളും മണ്ഡപങ്ങളൊക്കെ പുനർനിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 500 മുതൽ 900 വർഷം പഴക്കമുള്ള നിർമ്മിതികളാണ് ഇവിടെയുള്ളതെന്ന് നമ്മൾ ഓർക്കണം.
ഈ മലയ്ക്ക് ഹേമകൂട എന്ന പേര് വരാനുള്ള ഐതിഹ്യം എന്ന് പറഞ്ഞാൽ പരമശിവൻ ഈ മലയിൽ തപസ് ചെയ്തിരുന്ന എന്നാണ് ഐതിഹ്യം. അദ്ദേഹത്തിൻ്റെ തേജസ്സിൽ ആകർഷയായ പമ്പ എന്ന പെൺകുട്ടി തന്നെ വിവാഹം കഴിക്കാൻ ശിവനോട് ആവശ്യപ്പെട്ടു. അവളുടെ നിരന്തരമായ ആവശ്യം മാനിച്ചുകൊണ്ട് ശിവൻ ആ പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചു. ആ സമയത്ത് ഈ മലയിൽ സ്വർണ്ണമഴ പെയ്തു എന്നാണ് ഐതിഹ്യം. അങ്ങനെയാണ് ഈ മലയ്ക്ക് ഹേമകൂട എന്ന പേര് വന്നതെന്നാണ് ഐതിഹ്യം. ഈ താഴെ കാണുന്നവട്ടെ ഹംപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ്. ഹംപിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിന് അപ്പുറത്തുകൂടി തുംഗഭദ്ര നദി ഒഴുകുന്നുണ്ട്. മനോഹരമായ ഒരു മലയാണ് ഹേമകൂട ഹിൽസ്. ഏറ്റവും അധികം ശിവക്ഷേത്രങ്ങളുള്ള മലയാണ് ഹേമകൂട. കർണാടകയിലെ പ്രമുഖമായൊരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഹേമകൂട. വിദൂരദേശത്തുനിന്ന് പോലും ധാരാളം ആളുകൾ ഇവിടുത്തെ ക്ഷേത്രങ്ങൾ കാണാൻ എത്തുക പതിവായിരുന്നു. അതേസമയം ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ഹംപിയാണ് ഈ മലയുടെ ചുറ്റും. താഴ്വാരത്തിൽ എവിടെ നോക്കിയാലും ക്ഷേത്രങ്ങളുടെ പുനർനിർമ്മിതികൾ കാണാൻ സാധിക്കും. ഹംപി ഒരു ദൃശ്യവിസ്മയം തന്നെയാണ്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇവിടുത്തെ ശില്പികൾ വരും തലമുറയ്ക്കായി കാത്തുവെച്ച വിസ്മയമാണ് ഹംപി. രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംസ്കാര സമ്പന്നമായ ഒരു ജനവാസ പ്രദേശമായിരുന്നു ഹംപി. എന്നാൽ 14-ാം നൂറ്റാണ്ടിൽ വിജയനഗരത്തിൻ്റെ തലസ്ഥാനമായതോടുകൂടി ഹംപിയുടെ സുവർണ്ണകാലം തുടങ്ങുകയായി. ഒരു ഭാഗത്ത് തുംഗഭദ്ര നദിയും മറ്റു 3 ഭാഗങ്ങളിലും മലകളുമാണ് ഹംപിയെ സംരക്ഷിച്ചു നിർത്തിയിരുന്നത്. വിജയനഗര രാജാക്കന്മാരുടെ സംബന്ധിച്ചുള്ള ഒരു സുരക്ഷാ തലസ്ഥാനമായിരുന്നു ഹംപി. ഈ കാണുന്ന ഹംപിയിലെ ജൈന ക്ഷേത്രങ്ങളാണ്. ഇതിൻ്റെ മേൽക്കൂര പ്രത്യേകതരം മേൽക്കൂരയാണ്. ഹംപി വിജയനഗരത്തിൻ്റെ തലസ്ഥാനമാവുന്നതിനു മുമ്പ് തന്നെ നിർമ്മിച്ചവയാണ് ഈ ക്ഷേത്രങ്ങളെന്ന് ഗവേഷകർ പറയുന്നു. 14-ാം നൂറ്റാണ്ടിൽ ആദ്യ ശതകങ്ങളിൽ തന്നെ നിർമ്മിച്ചതായിരിക്കും ഈ ജൈന ക്ഷേത്രങ്ങളെന്നാണ് സൂചനയുണ്ട്. ഈ ജൈനക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളെല്ലാം എന്നേ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. വിജയനഗര സാമ്രാജ്യകാലത്ത് ഹൈന്ദവ ക്ഷേത്രങ്ങൾ വ്യാപകമായതോടുകൂടി ജൈനക്ഷേത്രങ്ങളുടെ പ്രാധാന്യം കുറഞ്ഞു. ഇവിടെ ഈ കാണുന്നതെല്ലാം ഇപ്പോൾ ശിവക്ഷേത്രങ്ങളാണ്. ഇതാണ് ഹേമകൂട ഹിൽസിൽ നിന്നും പുറത്തേക്ക് കിടക്കുന്ന കവാടം. വലിയൊരു ഗോപുരം തന്നെയാണിത്. വൈകുന്നേരം ഈ ഗേറ്റ് അടയ്ക്കും. ഈ ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നത് ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. ഈ വഴി എത്തുന്ന വിരൂപാക്ഷത്തിൻ്റെ ഫ്രണ്ടിലാണ്.
ഈ കാണുന്ന വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള കാഴ്ചകളാണ്. ധാരാളം ആളുകൾ ഇവിടെയുണ്ട്, ഭക്തന്മാരുണ്ട്, ടൂറിസ്റ്റുകളുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ വലിയ ജനത്തിരക്കുള്ള ഒരു തെരുവ് തന്നെയായിരുന്നു ഇത്. അക്കാലത്ത് ഹംപിയിലെ പ്രധാനപ്പെട്ട മാർക്കറ്റ് പ്രവർത്തിച്ചിരുന്നത് ഇവിടെയാണ്. അതിങ്ങനെ നീണ്ടു കിടക്കുകയാണ്. പമ്പാ ഗ്രാമം എന്നാണ് പഴയ കാലത്ത് ഇവിടെ അറിയപ്പെടുന്നത്. പണ്ട് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കച്ചവടക്കാർ എത്തിയിരുന്ന തെരുവുകളായിരുന്നു ഇതെല്ലാം. ഈ കാണുന്നതാണ് വിരൂപാക്ഷ ക്ഷേത്രം. കർണാടകയിലെ ഹംപിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ ക്ഷേത്രമാണ് വിരൂപാക്ഷ ക്ഷേത്രം. ഇതിൻ്റെ മറ്റൊരു പേര് പമ്പാപതി ക്ഷേത്രം ഒന്നുമുണ്ട്. തെക്കൻ തീരത്തും ഹേമകുടഗിരിയുടെ തെക്ക് വടക്കുമായാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 2 വലിയ വിഭാഗങ്ങളായിട്ടാണ് തിരിക്കപ്പെട്ട ദീർഘചതുരാകൃതിയിലുള്ള ആണ് ക്ഷേത്ര സമുച്ചയം. ക്ഷേത്രങ്ങളിൽ കടക്കുമ്പോൾ കാണുന്ന ഈ 52 അടി ഉയരമുള്ള ഗോപുരം കൃഷ്ണദേവരായരുടെ കാലത്ത് പണി കഴിപ്പിച്ചതാണ്. 1510 ഇത് അറ്റകുറ്റപ്പണികൾ ചെയ്തതായി രേഖകളുണ്ട്. ഞങ്ങളങ്ങനെ ക്ഷേത്രത്തിനകത്തേക്ക് കടക്കുകയാണ്. ഇതാണ് കിഴക്കുവശത്തെ കവാട ഗോപുരം. വലിയ ശിലാപാളികൾ കൊണ്ട് നിർമ്മിച്ച വിപുലമായൊരു ഗോപുരമാണ്. ഒറ്റത്തടിയിൽ നിർമ്മിച്ച ഒരു വലിയ വാതിൽ ഇവിടെ കാണാൻ സാധിക്കും. തറയിൽ കല്ലുകൾ തന്നെയാണ് വിരിച്ചിരിക്കുന്നത്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ പടിപ്പുര ഗോപുരം. കർണാടകയിലെ ഏറ്റവും ഉയരമുള്ള ക്ഷേത്ര ഗോപുരം ഇതാണ്. എന്നാൽ ദക്ഷിണേന്ത്യയിൽ ഇതിനും ഉയരമുള്ള ക്ഷേത്ര ഗോപുരങ്ങളുണ്ട്. തമിഴ്നാട്ടിലെ മധുരയിലും തഞ്ചാവൂരിലും ഇതിലും ഉയരമുള്ള ക്ഷേത്ര ഗോപുരങ്ങളുണ്ട്. ത്രിമുഖ നന്ദി 3 face. 3 ഫേസ് Mood Mukam Nandi. 3 മുഖം Damage. Mood Mukam Nandi because ये टेम्पल 3 बार अभिषेक होता, 3 बार पूजा होता, सुबह दोपहर शाम को। हाँ, दोपहर होता है 6:30 बजे। അങ്ങനെ ഞങ്ങൾ വലിയ പ്രവേശന കവാടം കഴിഞ്ഞ് ക്ഷേത്രമുറ്റത്തെത്തി. വിശാലമായൊരു ക്ഷേത്രമുറ്റമാണ്. ശ്രീകോവിലിന് അഭിമുഖമായി 2 നന്ദി പ്രതിമകൾ ക്ഷേത്രത്തിന് പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും. എട്ടാം നൂറ്റാണ്ട് മുതൽ ശിവാരാധന നടക്കുന്ന ചെറുക്ഷേത്രങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. 10ഉം 11ഉം നൂറ്റാണ്ടുകളിൽ ഈ ക്ഷേത്രം അല്പം കൂടി വിപുലീകരിച്ചു. വിജയനഗര രാജാക്കന്മാരുടെ കാലത്ത് ഇന്ന് കാണുന്ന വിരൂപാക്ഷ ക്ഷേത്രമായി ഇത് വിപുലീകരിച്ചു. സംഗീതത്തിനും ഇതര കലാരൂപങ്ങൾക്കും കേന്ദ്രമായി അവരിതിനെ വളർത്തി. കാഞ്ചിയിലെ കൈലാസ ക്ഷേത്രത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് വിരൂപാക്ഷ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത്.
ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റമ്പലത്തിൻ്റെ തൂണുകൾ കൊത്തുപണികളാൽ അലങ്കൃതമാണ്. രാമായണത്തിലെ മഹാഭാരതത്തിലെ കഥകൾ തന്നെയാണ് തൂണുകളിൽ കൊത്തിയിരിക്കുന്നത്. നടുമുറ്റത്തിൻ്റെ ഇരുഭാഗത്തുമുണ്ട് ഇങ്ങനെ നീണ്ടു കിടക്കുന്ന വരാന്തകൾ. ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ തുടർന്നുള്ള കാഴ്ചകളും ഹംപിയിലെ മറ്റു നിരവധി കാഴ്ചകളും എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും. സൈനിങ് ഓഫ് ഗിരീഷ്.